പക്ഷേ ഞാൻ ഞായറാഴ്ചയായിട്ട് കപ്പയും മീനും വയ്ക്കാൻ പോകണേ. അപ്പോൾ കപ്പ ഞങ്ങൾക്ക് ഫ്രഷായിട്ട് കിട്ടിയതുകൊണ്ടിട്ട് ചെളിയുള്ള കപ്പയില്ല. അപ്പം ഞാനത് ചെളിയൊന്നും കളഞ്ഞിട്ടില്ല. അതുപോലെ അത് ഇങ്ങനെ ഇതേ കഷ്ണത്തിൽ വെട്ടി ചെറുതാക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഈ കപ്പയും വരാൽ മീനാണ്. കടവരാലെന്ന് പറയില്ല, നമ്മുടെ നാട്ടിൽ നരിമീൻ എന്നൊക്കെ പറയും. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇന്ന് അതാണ് ഞങ്ങൾക്ക് അത് മുളകിട്ട് വയ്ക്കണം, എന്നിട്ട് കപ്പയായിട്ട് കൂട്ടി കഴിക്കണം. അപ്പോൾ ഞങ്ങൾക്കിന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ അതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ശരിയാക്കിയിട്ട് വിളിക്കാം കേട്ടോ, ശരിയാക്കിയിട്ട് കാണിക്കേ. ഈ മീന് മുളകിട്ട് വയ്ക്കണം. അതായത് കടവരാലാണ്, നരിമീൻ എന്ന് പറയും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത ആൾക്കാർ അറിഞ്ഞൂടാത്തത് കൊണ്ടിട്ടാണ് ഗൈസ്. ഇത് കറി വെച്ച് ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കണം. എന്നാൽ അതിൻ്റെ ഈ മീനിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഒരു ദിവസം മൊത്തം കറി വെച്ചിട്ട് കഴിച്ചാൽ. ഇന്ന് ഞങ്ങൾ തേങ്ങ അരച്ചില്ല വയ്ക്കുന്നത്, ഇത് മുളകിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പം മുളകിട്ട് കറി വെച്ച് ഞങ്ങൾ കപ്പയിട്ട് കഴിക്കാൻ പോണേ. നല്ല ടേസ്റ്റുള്ള മീനാണ്, അത് അറിഞ്ഞൂടാത്തതുകൊണ്ടിട്ടാണ്. പിന്നെ ഇത് ചക്കരവള്ളിക്കിഴങ്ങെന്നും ചക്കരക്കിഴങ്ങെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് നമ്മളെ നാട്ടിൽ ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങെന്നൊക്കെ പറയില്ല, ചീനിക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാകും കപ്പതേ ചെളി കിടന്ന കപ്പയെ വെട്ടി ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പുഴുങ്ങിയെടുത്ത് മീനുമായിട്ട് വച്ചതിന് ശേഷം കാണിക്കാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ അതേ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പി വെച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റിൽ ഉലുവ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ മീനിന് ഒരു ഉലുവ എന്നൊരു പേരും കൂടെ ഉണ്ട്. ഈ മീനിന് ഉലുവ എന്നൊരു പേരുണ്ട്. അപ്പം നമുക്ക് ഉലുവ തന്നെ തട്ടാം, അങ്ങനെ ഒരു പേരുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഉലുവ ഇട്ട് പൊട്ടുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, തക്കാളി, പിന്നെ കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മസാലപ്പൊടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും കിടന്ന് പണ്ടത്തെ കണക്കെ ഞാൻ ഓടത്തില്ല, എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം പിന്നെ ഉലുവ പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അല്ല, മീനിനല്ലേ മീനിന് ഉലുവ തന്നെ ഇടണം, അതെൻ്റെ പോളിസിയാണ്. പൊട്ടുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് ബാക്കി മസാല നമുക്ക് പണ്ടത്തെ കണക്കുള്ളത്. ഇപ്പോൾ ഇച്ചിരി പുരോഗമിച്ചെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടാണ്. മറ്റത് എടുത്ത് വെച്ചിട്ട് അവിടെ ഇവിടെ ഇട്ടൊക്കെ എടുക്കും. കൊച്ചുള്ളി ആയിരുന്നു, 2-3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കൊച്ചുള്ളി വലിയ ഉള്ളി പോലെ ഇരിക്കും. അത് വയന്ന് അതിന് പച്ചമണം മാറുമ്പോഴത്തേക്ക് ബ്രൗൺ കളർ വരണം. ബ്രൗൺ കളറൊക്കെ വരും. അപ്പം അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുടംപുളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇടണം. അപ്പം നമ്മൾ മുളക് കറി വയ്ക്കുമ്പോഴത്തേക്ക് നല്ല മുളകിട്ട കറിക്കാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചപ്പ് മാറും. അപ്പോൾ ക്യാമറ പിടിച്ചിരുന്ന ആൾ പോയി. അപ്പോൾ ഇനി ഒറ്റ കൈ കൊണ്ട കുസ്തിയാണിന്ന്. അപ്പോൾ ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ഇട്ട് വഴറ്റി നല്ല വെള്ളമൊക്കെ ചേർത്തിട്ട് പിന്നെ പൊടി അത് അരപ്പ് നല്ല തിളച്ചതിന് ശേഷം മീനിടാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് വേഗിട്ട് കേട്ടോ. വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി. അപ്പോൾ നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുളക് പൊടി മസാലക്കൂട്ടെല്ലാം തട്ടിക്കൊടുക്കാമേ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. പിന്നെ അത് ഈ അരപ്പ് ഇങ്ങനെ ഇട്ട് ഇളക്കി മസാല പിടിപ്പിച്ചിട്ട് മസാല മൂത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് അരപ്പ് തിളച്ചതിന് ശേഷം മീനിടാം. ഒറ്റ കൈ കൊണ്ടിട്ട് ചട്ടി പിടിക്കാൻ പറ്റുന്നില്ല, ചട്ടി ഒന്ന് ഡകടകാ ശബ്ദത്തോട് ചട്ടണം. പിന്നെ ഇതൊന്ന് മാറ്റിയേക്കിട്ട് ഇനി ഞാൻ കാണിക്കുന്നത് മീൻ കറി ഇടും. മീൻ ഇട്ടതിന് ശേഷം കാണിക്കാം കേട്ടോ ഗൈസ്. നമ്മുടെ മീൻ ഇത് റെഡി ആയിട്ടുണ്ട്. ആഹാ, തിളക്കണ്ട, സൂപ്പറായിട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് എടുത്താൽ മതി. അപ്പോഴത്തേക്ക് തണുത്ത് നന്നായിട്ട് കൊമ്പിടും. തൊട്ടടുത്ത് വേറൊരു സാധനം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു. ചിക്കൻ പീസ് വറുത്തുകൊണ്ടിരിക്കുക. കപ്പ ഇതേ ഇതിൽ കപ്പ കളറുണ്ട്, ഇതിൽ വെള്ളമായിട്ടാണ് തോന്നുന്നത്. നല്ല മഞ്ഞ കപ്പയാണ്. കപ്പയൊക്കെ ഇതേ അടച്ച് വെച്ചിട്ടുണ്ട്.
അപ്പം നമുക്കിനി ഇത് കോരാം. ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നു. നമ്മൾ വച്ച ഉടനെ എടുക്കാൻ പാടില്ല, രുചി അറിയാൻ പറ്റണം. ചൂടായിരിക്കും, നമുക്ക് അതിൻ്റെ രുചി അറിയാൻ പറ്റത്തില്ല. ഇച്ചിരി പിടിക്കണം, ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല പിശുങ്ക് കാണിക്കാതെ കോരി ഇങ്ങനെ ഒഴിക്കണം. പിശുങ്ക് കാണിക്കാൻ പാടില്ല. ഇതുപോലെ ഇങ്ങനെ കോരി എടുത്തു വെച്ച്. അപ്പം ഗൈസ്, ഞങ്ങൾ 4 പേരും കൂടി ഇത് സന്തോഷത്തോടു കൂടി ഒരു കടവരാൽ നഴിമീൻ എന്നൊക്കെ പറയുന്ന സൈസ് ഉലുവ മീൻ കറി വെച്ച് ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോഴാണ് ഈ മീൻ കറി കഴിച്ചിട്ടൊന്ന് കാര്യം കഴിക്കട്ടെ ഫസ്റ്റ്. പേപ്പർ എടുത്തില്ല, ഇപ്പോഴാണ് ഞങ്ങളുടെ സമയം ഇത്രയൊക്കെയാണ് സ്പെഷ്യൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.